എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനാണ്. അതെ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ മോൾഡീവ്സിലേക്ക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് നഴ്സസിന്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ഓൾമോസ്റ്റ് 30 വേക്കൻസി ആണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേക്കൻസി ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ അറിയപ്പെടുന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയറിങ് ആയിരിക്കും ഒരു ഹെൽപ്പ് ആവുന്നത്. കാരണം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്, മാം ഇപ്പോഴാ കണ്ടത്, പിന്നീട് അറിഞ്ഞില്ല, ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ ആരെങ്കിലും നഴ്സസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ. സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ പറഞ്ഞു നിങ്ങളോട്, IGMH ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമ്പർ ഓഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 30 ആണ്. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ഡോക്യുമെന്റ്സ് നീഡഡ്, ഫിൽഡ് പ്രീ രജിസ്ട്രേഷൻ ഫോം. സെക്കൻഡ്, IGMH ഹോസ്പിറ്റലിന്റെ ജോബ് ആപ്ലിക്കേഷൻ ഫോം. പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കരിക്കുലം വിട്ട, qualification certificate, permanent basic registration certificate from local nursing council of the candidate, mark sheet and transcript, IELTS with 5.5 or OET with C and above, valid certificate of good standing and verification from nursing council, valid PCC, 2 years of work experience in 150 or above bedded hospital. പിന്നെ ഏറ്റവും പ്രധാനമായും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അത് 12 months വാലിഡിറ്റി ഉള്ളതായിരിക്കണം. കാരണം വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരത് ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് 12 months വാലിഡിറ്റി വേണമെന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ IGMH ഹോസ്പിറ്റലിന്റെ ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ നിങ്ങൾ അതിൽ വായിക്കേണ്ടായി. അതിന്റെ നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ചാനലിൽ താല്പര്യമുള്ളവർ കമന്റ് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് നഴ്സസിന്റെ സാലറി പാക്കേജിനെ കുറിച്ചാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കമ്പാരിസൺ നടക്കുവാണെങ്കിൽ ടീച്ചേഴ്സിന്റെയും നഴ്സിന്റെയും കൂടി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ സാലറി. എങ്ങനെ പോയാലും ഒരു 80 to 90,000 ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം IGMH ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ 4,000 to 5,000 OT ആയിട്ട് കൂടെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഒരു സാലറി പാക്കേജ് എന്ന് പറയുമ്പോൾ 19,000 വരും. എന്ന് വെച്ചാൽ ഒരു ഏകദേശം 1,25,000 ഇന്ത്യൻ റുപ്പീസ് അടുത്ത് തന്നെ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. ഇതില് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടുന്നുണ്ട്. എന്നാലും ഫോൺ റീചാർജും എല്ലാം അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ പോയാൽ പോലും 80 to 90,000 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മാലയിൽ ക്യാപിറ്റലിലാവുമ്പോൾ എല്ലാവരും ചോദിക്കാം റെന്റിന് കൂടുതൽ ആവത്തില്ല എന്നുള്ളത്. ആവും, റെന്റിന് കൂടുതലാവും. പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ കൂടുതലും ഷെയറിങ് കിട്ടാറുണ്ട്. ഇപ്പൊ റൂം തന്നെ 2-3 പേരൊക്കെ വെച്ചിട്ട് തന്നെ ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നഴ്സസിനെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ ഈ റൂം റെന്റിന്റെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരത്തില്ല. സോ എങ്ങനെ പോയാലും സാലറി നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെലവ് കഴിഞ്ഞതിന് ശേഷം ഒരു മാക്സിമം 80 to 90,000 സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് കരുതുന്നത്. പിന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പല വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിന്റെ അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ ചേർത്ത് പറയാമെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഡിപ്പെൻഡന്റ് വിസ കിട്ടും. അത് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അതിവിടെ വന്ന് 3 months കഴിയുമ്പോഴായിരിക്കണം നിങ്ങളുടെ വിസ കിട്ടുള്ളൂ, ഒറിജിനൽ വിസ. അപ്പൊ വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഡിപ്പെൻഡന്റ് വിസ കിട്ടും. ഇയർലി വെക്കേഷൻ ഉണ്ട്. ഇയർലി നമുക്ക് ലീവ് അലോട്ട് ചെയ്യുന്നുണ്ട്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് 2 ജൂലൈ ആണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടക്ക് മാറ്റാറുണ്ട്. എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് 2 ജൂലൈ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒട്ടും മടിക്കേണ്ട, എത്രയും വേഗം നിങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഹെൽപ്പ് തരുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ആ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. സാർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്യും.
ചെയ്തു തരും. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ നഴ്സസ് വേക്കൻസിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. സോ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. സോ സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ.